ഉണ്ണിക്കുട്ടനല്ലേ? പറഞ്ഞ പോലെ അവനെവിടെ പോയി? അവർ റേഷൻ കടയിൽ പോകാൻ വേണ്ടി പറഞ്ഞു വിട്ടല്ലേ? എത്ര നേരം വരേണ്ട സമയം കഴിഞ്ഞല്ല? ഞാൻ എപ്പോഴേ പറഞ്ഞതാണോ ഞാൻ പൊക്കോളോന്ന്. അപ്പൊ അവൻ ചാടി കയറിപ്പോയി. എനിക്ക് 100% ഉറപ്പാണ് എന്തോ കള്ളത്തരം അവൻ ഒപ്പിക്കുന്നുണ്ട്. പിന്നെ കള്ളത്തരം നിനക്കാ, റേഷൻ കട തിരക്കുണ്ടാവും, അതുകൊണ്ടായിരിക്കുള്ളൂ. ഉണ്ടാവും നോക്കിയിരുന്നോ, ഇപ്പൊ വരും. ഓ ഇപ്പൊ വരുമോ? അല്ല അവന് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിൽ ഇപ്പൊ എത്തേണ്ട സമയമായി, ഇവള് പറഞ്ഞ പോലെ ആണെങ്കിൽ എത്തേണ്ട സമയമായിട്ടില്ല, ഇനിയും വൈകും. അയ്യോ, റാമു ഇല്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ റാമ അവിടെ പോയി? അങ്ങള് പോയാ? പോയി. അതെ, നീ ഒരു മീറ്റിങ്ങിന് പോയില്ലേ? അന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. റാം പോയി. എനിക്കാണെങ്കിൽ റാമും ഇല്ല, ഉണ്ണിക്കുട്ടന് ഒരു ഹെൽപ്പും വേണമല്ലോ. എപ്പോ വരുന്നറിയോ? എന്റെ ആന്റിക്ക് അവന്റെ സ്വഭാവം നേരെ ചൊവ്വേ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാ. രാവിലെ അവൻ വിശ്വാസത്തിനെ പറ്റി ക്ലാസ് എടുക്കണം കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇവരെന്തെങ്കിലും ഒപ്പിക്കുന്നു. എവിടെ പോയാലും അവന് പറഞ്ഞിട്ട് പോയിക്കൂടെ? പറഞ്ഞിട്ട് പോവാനാ? എക്സാം ടൈം ആണോ, കളിക്കാൻ പോണോ, സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു അമ്മ വിടുവോ? വിടൂല. അപ്പൊ അവൻ കള്ളം പറഞ്ഞു പോവും. ശരി, ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഉണ്ണിക്കുട്ടൻ വന്നൊന്ന് വിളിക്കോ? അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. എന്താ കാര്യം എന്താണ്? അത്യാവശ്യം അവനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റാമ എന്തായാലും ഇല്ലാണ്ടായി പോയില്ല, ഇപ്പൊ എന്ത് ചെയ്യാനാ? വരുമ്പോ ഒന്ന് അറിയിക്ക്, ഞാൻ അങ്ങോട്ട് അവിടെ കുറച്ച് പണിയുണ്ട്. വിളിക്കോ? വിളിച്ചു പറയാം. അടിബഹളത്തെ തിരക്കിടെ മറന്നുപോലെ നീലു വിളിക്കണേ. ഉറപ്പായിട്ടും മറന്നോളയാ. നീലു ചതിക്കില്ല, ഞാൻ വിളിച്ചു പറയാം ആന്റി. വിളിക്കണേ. പാർക്കുട്ടി വരുന്ന ആന്റി ഐസ്ക്രീം തരാം. ബാ. അവളിപ്പോ വരണില്ല, അവളെ പഠിപ്പിക്കാൻ വേണ്ടി പിടിച്ചിരുത്തിയേക്ക. ശരി ശരി, എന്നാ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ. വിളിക്കണം, മറക്കരുത്. വിളിക്കാം. അതെ, ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. രാവിലെ ഇവക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാന്ന് അവൻ പറയണ്ടായിരുന്നല്ലോ, അതെന്തിനായിരുന്നു? സത്യം പറഞ്ഞോ, മര്യാദക്ക് പറഞ്ഞോ. കുഞ്ഞിനെ വഴക്കൊന്നും പറയണ്ട, മക്കള് പറഞ്ഞേ. അത് പിന്നെ ഐസ്ക്രീം വേണ്ടേ? വേണ്ട. വേണ്ടെന്നാ? പിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ടോ? എവിടെ കഴിച്ചോ? എല്ലാവരും എവിടെ? ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. സംഭവം എല്ലാം സെറ്റല്ലേ? ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇതുകൊണ്ട് അടുക്കള വെച്ചിട്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു റേഷൻ കടയില്. റേഷൻ കടയിലേ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ ഉണ്ടായിരുന്നു? നല്ല എന്റെ പൊന്നിയേച്ചി, ഭയങ്കര ക്യൂ. അടുത്ത ജംഗ്ഷൻ വരെ ഉണ്ടായിരുന്നു ക്യൂ. ആണല്ലേ? നന്നായില്ല ഞാൻ പോവാഞ്ഞേ. ചേച്ചി എല്ലാം പോയായിരുന്നെങ്കിൽ ആംബുലൻസ് എടുത്തിട്ട് വരണം ഒന്ന് തന്നെ. സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നോ? എല്ലാം കിട്ടി, ഫുൾ സെറ്റ്. എന്താടാ വൈകിയത്? എന്താ വൈകിയത്? അമ്മ ഒന്നും പറയാണ്ട്, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പോരാത്തിന് ഇടക്കിടക്ക് മെഷീനും കംപ്ലൈന്റ്. വല്ലാത്ത പാടായിരുന്നില്ലേ മോനെ? പിന്നല്ല, എന്തുപറ്റി? എല്ലാരും കുത്തി സംസാരിക്കുന്ന പോലൊരു തോന്നുന്നല്ലോ. അത് നീ തന്നെ പറ കാര്യം. റേഷൻ കടയിൽ പോവാന്നും പറഞ്ഞ് നീ എങ്ങോട്ടാടാ പോയത്? റേഷൻ കടയിൽ പോവാന്ന് പറഞ്ഞ് റേഷൻ കടയിലോട്ടല്ലാതെ പിന്നെ വേറെ അങ്ങോട്ട് പോകാൻ ചേച്ചിക്ക് എന്തിനാ ചേച്ചി? ചേച്ചിക്ക് രാവിലെ മുതൽ എന്നെ അങ്ങോട്ടങ്ങ് വിശ്വസിക്കില്ലല്ലോ. എങ്ങനെ വിശ്വസിക്കും? അയ്യോ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയ മുതല്. ചേച്ചി വിശ്വസിക്കണ്ട, എന്റെ അമ്മ വിശ്വസിച്ചോളൂ. ഞാൻ റേഷൻ കടയിലോട്ട് തന്നെ പോയത്. അമ്മ, എനിക്ക് ഇവനെ പൊട്ടം കളി കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ ആര് പൊട്ടം കളിച്ചെന്ന്? ചേച്ചിക്ക് എന്തിനാ ചേച്ചി പ്രാന്താ? മര്യാദക്ക് സത്യം പറഞ്ഞു. എന്താ സത്യം പറയേ? എടാ, കൂടുതലും മണ്ടത്തരം കാണിക്കരുത്. നിന്റെ അനിയത്തി ഉണ്ടല്ലോ, നിന്നെ ഒറ്റി. എന്തോറ്റാ? നീ എവിടെയാ പോയെന്ന് ഇവള് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പോയെന്ന് എവള് പറഞ്ഞിട്ട് വേണോ നിങ്ങൾ അറിയാം? ഞാൻ റേഷൻ കടയിലാ പോയെന്നുള്ളതിനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താ പറയണേ? ശരി, സമ്മതിച്ച്. കോള് വന്ന് കളിക്കാൻ പോകാൻ വരെ വിളിച്ച് ഞാൻ പോയില്ല. എങ്ങനെ വിളിച്ച്? ശരി, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടുന്ന് ഞാൻ അത് പറയാതെ അല്ലമ്മ, ഞാൻ പറയണ കാലം വേറൊരു സംഭവം ഉണ്ട്. നീ ഇനിയിപ്പോ ഒന്നും പറയണ്ട. എടി, അവൻ എന്തോ പറയാനുള്ളത് നീ കേക്ക്. അവന് നിധിക്കുള്ള എന്താ പറയാനുള്ള കളത്തരം മാത്രം പറയൂ. ചേച്ചി ആദ്യം വേണ്ട. അമ്മ സമ്മതിച്ച്, ഞാൻ ഇവിടെ അങ്ങനെ പോയത് തെറ്റ് തന്നെ. ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ക്യൂ ആയിരുന്നു, അതുകൊണ്ട് കളിക്കാൻ പോകാൻ പറ്റിയില്ല. ഞാൻ വിശ്വസിക്കില്ല. അമ്മ ആ റേഷൻ കടയിൽ ചേട്ടൻ്റെ നമ്പർ ഉണ്ടല്ലോ, പുള്ളീനെ വിളിക്കുക, എന്നിട്ട് ചോദിക്കും ഇവൻ അവിടെ വന്നോന്ന്. എന്തിനാ അവരൊക്കെ വിളിച്ച് ചോദിച്ചു ഞാൻ ഒന്നുകൂടെ നാറണത്? നീ പോയി കുളിച്ചിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ദൈവമേ, അപ്പൊ അമ്മ പറഞ്ഞ് വീണ്ടും തൊണ്ണൂറാതെ വിശ്വസിക്കുവാണോ? എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ചേച്ചി. നിർത്തടാ, നീ സംസാരിക്കണ്ട. എല്ലാം ചെയ്തു വെച്ചിട്ട് വലിയ ന്യായമൊന്നും പറയല്ലേ. ശരി അമ്മ, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാനിത് പറഞ്ഞിട്ട് വേണമായിരുന്നു പോവാൻ. ഇനി ഞാൻ അങ്ങനെ പറയാതെ എവിടെ ഇറങ്ങി പോവില്ല. എന്നാ നിനക്കൊള്ളാം. മോനവിടെ നിന്നേ. നീ എന്താണ് ഇത്രയും വേർതിരിക്കണേ? ക്യൂന്ന് ഞാൻ പറഞ്ഞോ? ഇത്രയും ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ആരായാലും വേർക്കും. ഇത്രയും നട്ടപ്പൊരു വെയിലത്ത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കോളാം. എന്ന് എനിക്ക് പറയാൻ വയ്യ. നിർത്തിലച്ചു,
പോടാ പോയി ഫ്രഷ് ആവും വാ ഫുഡ് കഴിക്കാം. ഓക്കെ. കൊടുക്ക് പോഷകാഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. കള്ളം പറഞ്ഞ് കളിച്ച് ക്ഷീണിച്ച് വന്നേക്കല്ലേ. ഞാൻ രാവിലെ മുതൽ ക്ഷമിക്കുകയാണ്. ഇനി എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ കുറെ നേരമായിട്ട് ഞാൻ പറയണം. നീ എന്ത് ചെയ്യൂടാ? നീ എന്ത് ചെയ്യും? നിർത്തുന്നു, ഒന്ന് നിർത്ത്. തലവേദന എടുക്കണ്. എപ്പം നോക്കിയാലും ഇത് തന്നെ. രാവിലെ തുടങ്ങിയല്ലേ രണ്ടും കൂടി ഇതിന്റെ പേരും പറഞ്ഞിട്ട്. ഇതാരാ ഇപ്പം? ആ ഹൈമവതി ആയിരിക്കും. എടാ നിന്നെ അവർ അന്വേഷിച്ചായിരുന്നു. ഹൈമ ആയിരിക്കില്ല. ഹൈമ ആണെങ്കിൽ വല്ലടിക്കൊന്നും ഇല്ല. അവിടെ കയറി വരും. നോക്കാരെന്ന്. എന്താ മോനെ? ആന്റി റേഷൻ കാർഡ് ഇവിടെ തരാൻ വന്നത്. റേഷൻ കാർഡ് എവിടെ നിന്ന് കിട്ടി? ഇത് കേസ് കളിക്കുന്നിടത്ത് മറന്നു വെച്ചിട്ട് വന്നു. താങ്ക്സ് മോനെ. മോൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ, അപ്പുറത്ത് തന്നെ. ഓക്കെ മോനെ, താങ്ക് യു. ശരി ആന്റി, പോട്ടെ. അളിയാ ഞാൻ പോടാ, നാളെ കളിക്കാൻ പറഞ്ഞേ. വരാം. ശരി. എന്നാലും ഈ റേഷൻ കാർഡിന്റെ ഒക്കെ കാര്യമല്ലേ അമ്മ? എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. അയ്യോ, എന്താ